ബ്രഹ്മയുഗം വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എടുത്ത് പറയേണ്ടത് മേക്കിംഗ്, ആക്ടിങ്, പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. ഞാൻ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോൾ നമുക്കൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു ഫുൾ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഉള്ള ഇമ്പാക്റ്റ്, കാരണം ആ ഒരു 17ാം നൂറ്റാണ്ട് കാലഘട്ടം പക്കയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീനിലെ ഡീറ്റെയിലിംഗ് ആണെങ്കിലും മന കാണിക്കുമ്പോഴാണെങ്കിലും എല്ലാം. പിന്നെ മേക്കിംഗ്, നമുക്കൊരു സീനിൽ പോലും ബോഡിച്ചില്ല, ത്രില്ലിംഗ് ആയിരുന്നു. ഇതൊരു ഹൊറർ മൂവിയല്ല. എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഏത് ജോണ്ടാന്ന് പറയാൻ എനിക്കറിയില്ല. തുമ്പൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ട് ഹിന്ദിയിൽ, ആ ഒരു ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസ്, പക്ഷേ എൻ്റെ പൊന്നോ, ആകെപ്പാടെ 3-4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. സിദ്ധാർത്ഥ് ഭർജൻ, അർജുൻ അശോകൻ, മമ്മൂക്ക. അർജുൻ അശോകൻ എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. സിദ്ധാർത്ഥ് ഭർജൻ പൊളിച്ചിട്ടുണ്ട്. മമ്മൂക്ക ഈ 73ാമത്തെ വയസ്സിലും പുള്ളിയുടെ ആക്ടിങ് കണ്ടിട്ട്, പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ്, ചിരി എല്ലാം ഒരു സൈക്കോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വന്ന് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യുക. കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ തന്നെ ഒന്ന് കാണണം, കാരണം സൗണ്ടിന് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ട് ഈ മൂവിക്ക്. നല്ല രീതിയിൽ തന്നെ ഒന്ന് കാണാം, ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ തിയേറ്റർ ഞാൻ പറയാം, അത് തിയേറ്ററിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് അതേ ഇമ്പാക്റ്റ് ആണ്, അതിൽ ഉപരിയായിട്ട് നമുക്ക് കിട്ടുക. കാരണം പ്രസൻറ്റ് ചെയ്ത രീതി, ആ ക്യാരക്ടർ എല്ലാം ഓസമാണ്. ക്ലൈമാക്സ് വരുമ്പോൾ ആ ഒരു നല്ല കഥയുണ്ട്. സോ എന്തുകൊണ്ടും മലയാള സിനിമയ്ക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മുടെ ഇവിടെ വരുന്ന ഹൊറർ ഒന്നിലെ കോമഡി ആയിരിക്കും, കോമഡി ഹൊറർ, അല്ലെങ്കിൽ പറഞ്ഞാൽ ഹൊററായിട്ട് എടുക്കുകയാണെങ്കിലും തിയേറ്ററിലെ ആൾക്കാരിന് ശരിക്കായിരിക്കും. പക്ഷേ പിന്നെ ഒരു സാഹചര്യം കാണാൻ വന്ന ആൾക്കാർ ഫോൺ സൈലൻ്റാക്കി വെക്കണം. കാരണം ചില സ്ഥലത്ത് നല്ല കംപ്ലീറ്റ് സൈലൻസ് വരുമ്പോൾ ഈ റിംഗ് ടോൺ അടിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കാണുന്നത്. സോ കാണുമ്പോൾ നല്ല തിയേറ്ററിൽ വന്ന് കാണാം. വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ് ആണ്. ഒന്നും നോക്കണ്ട. ബ്രഹ്മയുഗം ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ എൻ്റയർ ക്രൂ, പ്രത്യേകിച്ച് ഡയറക്ടർ ആൻഡ് മമ്മൂക്ക ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എടുത്തതിനും എല്ലാം ഒന്നും പറയാനില്ല. മമ്മൂട്ടിയുടെ കരിയർ നോക്കുകയാണെങ്കിൽ തന്നെ ആഫ്റ്റർ 70s പുള്ളിയുടെ പീക്കാണ്. എടുക്കുന്ന സ്ക്രിപ്റ്റ്സ് ലൈക്ക് ഒരാൾ 3-4 10-15 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരാളെ ഇയാൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കും. പക്ഷേ ഈ ഇപ്പോൾ ഓരോ സിനിമയിൽ 70ാമത്തെ വയസ്സിലും 73ാമത്തെ വയസ്സിലും നമ്മൾ കാണുമ്പോൾ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ പുതുമ ഞെട്ടുന്നത്, അതിന് മമ്മൂട്ടിക്ക് ഹാറ്റ്സ് ഓഫ്. ഒന്നും പറയാനില്ല, ഇത് തന്നെ ഒന്ന് കാണണം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.